ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് ഷോർട്ട് വീഡിയോ ആണ് കേട്ടോ ഈ ഒരു ചാനലിൽ. അപ്പോൾ ഇതെൻ്റെ സെക്കൻഡ് ചാനലാണ്. അപ്പോൾ ഫസ്റ്റ് ചാനലിൽ എന്ത് പറ്റി, എന്തിനാണ് ഞാൻ ഈ ഒരു സെക്കൻഡ് ചാനൽ തുടങ്ങിയത് എന്നൊക്കെയുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടൊരു വീഡിയോ ഞാൻ ഈ ഒരു ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിനടിയിൽ അതിൻ്റെ ആ ഒരു ലിങ്ക് ഒന്നും എനിക്ക് തരാനായിട്ട് പറ്റുന്നില്ല, കാരണം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തതല്ലേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചാനലൊന്ന് കയറിയിട്ടൊന്ന് വാച്ച് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവും. പിന്നെ ഞാൻ കമ്മിങ് ആയിട്ട് കുറേ ലോങ് വീഡിയോസ്, നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന വീഡിയോസ്, അതുപോലെ തന്നെ സ്റ്റോറി ടെല്ലിങ്, പിന്നെ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കൃഷികളുടെയൊക്കെ കാര്യങ്ങൾ, നാട്ടുവിശേഷങ്ങൾ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറേ വീഡിയോസ് ഞാൻ ഇനിയും ചെയ്യുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ ഇപ്പം ഞാൻ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് പൂക്കളൊക്കെയുള്ള ചെടികളെ ഒന്ന് കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഗാർഡനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ വീട്ടിലുള്ള 10 മണിച്ചെടിയാണ് ഇത്. 2 വെറൈറ്റി ഉണ്ട്. അപ്പോൾ ഇത് ചൈനീസ് ബോൾസ് ആണ്. ചൈനീസ് ബോൾസും വീണ്ടും നമ്മൾ വെച്ച് പിടിപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം അത്യാവശ്യം നന്നായിട്ട് പൂത്തിട്ടുണ്ട്. ഇവിടെ മജന്ത കളറുണ്ട്, വെള്ളയുണ്ട്. ഇത് കണ്ടോ, ഇതൊരു മജന്തയാണ് കേട്ടോ. അതിന് മുന്നേ വയലറ്റ് ഷെയ്ഡാണ് കേട്ടോ കാണിച്ചത്. അപ്പോൾ ഇത് കുറേ ഉണ്ട്. ഇത് നന്നായിട്ട് സ്പ്രെഡ് ആവുന്ന ഒരു തരം വെറൈറ്റിയാണ്. അത്യാവശ്യം നന്നായിട്ട് പൂവുണ്ടാവും. ഇത് എവിടെയോ കാട്ടിൽ നിൽക്കുന്ന സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പൂ കണ്ടപ്പോൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചാണ്. ഇത് പക്ഷേ എന്തോ സർപ്പഗന്ധി എന്നാണ് തോന്നുന്നു കേട്ടോ ഇതിൻ്റെ പേര്. പിന്നെ നമ്മുടെ കുഞ്ഞു ചെമ്പരത്തി, നമ്മുടെ വീട്ടിൽ ആര് വന്നാലും ഇതിൻ്റെ കമ്പ് ഒടിച്ചുകൊണ്ട് പോവേ. കാരണം ഇത് സാധാ ചെമ്പരത്തിയുടെ കൂട്ടല്ല, ഇതിൽ നിറയെ എപ്പോഴും പൂക്കളായിരിക്കും. കുഞ്ഞു ചുമല, നല്ല മജന്ത കളറിലുള്ള പൂക്കളാണ്. അപ്പോൾ ഇത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. ഇലയേക്കാളും കൂടുതൽ ഇതിനകത്ത് എപ്പോഴും ദിവസവും പൂവുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ ഒരു കമ്പ് നമ്മുടെ നിന്ന് മേടിച്ചുകൊണ്ട് പോകാറുണ്ട്. അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ചെമ്പരത്തിയാണ് ഇത്. പിന്നെ ഇത് നമ്മുടെ ഓർക്കിഡാണ്. നമുക്കിവിടെ 2 വെറൈറ്റി ഓർക്കിഡാണുള്ളത്. അപ്പോൾ ഇത് ഒരു വൈറ്റും കൂടെ കലർന്നിട്ടുള്ള ഒരെണ്ണമാണ് കേട്ടോ. പിന്നെ നമുക്കിത് ഇവിടെ വയലറ്റ് കളറിലുള്ളത് കേട്ടോ. ഇത് ഫുള്ള് വയലറ്റ് ഷെയ്ഡാണ്. അപ്പോൾ ഇപ്പോൾ പൂവൊക്കെ കുറഞ്ഞ് നിൽക്കുകയാണ്. നേരത്തെ നിങ്ങൾക്ക് എൻ്റെ പഴയ ചാനൽ കേട്ടോ, കൃഷി ലവേഴ്സിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഞാൻ അതിനകത്ത് ഇതിൻ്റെയൊക്കെ കുറച്ചൊക്കെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ അരിപ്പൂവാണ്. അതിൻ്റെ മഞ്ഞയാണ് കേട്ടോ ഇവിടെ ഉള്ളത്. അത് ഞാൻ വീണ്ടും നട്ടിട്ടുള്ളതാണ് കേട്ടോ. അത് നന്നായിട്ട് പൂ പിടിച്ചിട്ടുണ്ട്. നമ്മുടെ വെള്ള ജമന്തി പൂവെല്ലാം കൊഴിഞ്ഞായിട്ടുണ്ട്. പിന്നെ ഇത് ബട്ടർഫ്ലൈ ചെടിയാണ്. അപ്പോൾ അതിനകത്ത് പൂവുണ്ട്. അത് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. കുഞ്ഞൊരു വെള്ളപ്പൂ കണ്ടില്ലേ, അത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ ഇതാ നമ്മുടെ റോഡ് സൈഡിൽ നമ്മുടെ ആദ്യത്തെ ഒരു വാഴച്ചെടി ഉണ്ടല്ലോ. ഇതിൻ്റെ കറക്റ്റ് പേര് എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾക്ക് ഇതിൻ്റെ പേര് അറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാണ് കേട്ടോ നമ്മുടെ ഈ റോഡിൻ്റെ സൈഡിൽ, നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഇവിടെ ഭാഗത്ത് മാത്രമേ ഉള്ളൂ കേട്ടോ ഇങ്ങനെ ചെടികളൊക്കെ നട്ടിട്ടുള്ളത്. ഇത് ശരിക്കും നമുക്കൊരു മതിലിന് പകരമായിട്ട് ഉപയോഗിക്കാം. പിന്നെ പൂക്കളൊക്കെ നിൽക്കുമ്പോൾ ഇത് ദിവസവും അതിനകത്ത് പൂവുണ്ടാവും. ഇത് ഭയങ്കരമായിട്ട് സ്പ്രെഡ് ആവുന്ന ഒരു ചെടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. എൻ്റെ ലോങ് വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് കാണണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ എൻ്റെ നേരത്തെ ചാനലുണ്ട് കേട്ടോ, കൃഷി ലവേഴ്സ്, അതും നിങ്ങളെല്ലാവരും ഒന്ന് വാച്ച് ചെയ്യണേ. അപ്പോൾ അത്രയൊക്കെ